ഹായ് ഓൾ, വെൽക്കം ടു ടെക്നിക്കൽ എജുസോൺ. ഇപ്പോൾ നിങ്ങൾ കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് സിവിൽ കാറ്റഗറി നമ്പർ 97/2025 25 ഒഴിവുകൾ എന്ത് ചെയ്യാം PSCക്ക് ഹൗസിംഗ് ബോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യാം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ പലരും വിചാരിച്ചിരിക്കുന്നത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് ഇതൊക്കെ ഫില്ല് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിൽ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് ഓൾറെഡി അവിടെ എക്സോസ്റ്റ് ആയിട്ടുണ്ട്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാം. 23 റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിലും അവിടെ ആ ഒരു റാങ്ക് ലിസ്റ്റ് അവിടെ എക്സോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാം. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത് 2021 ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. ജൂൺ മാസം നോട്ടിഫിക്കേഷൻ വന്നു. എക്സാം കണ്ടക്ട് ചെയ്യുന്നത് 21 ഒക്ടോബർ മാസം. 22 ജൂലൈ മാസം എന്ത് ചെയ്തു, അതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു. ഷോർട്ട് ലിസ്റ്റിൽ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിട്ടുള്ളത് 60 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, 27/3/2023 മാർച്ച് മാസം 27 തീയതി അതിന്റെ റാങ്ക് ലിസ്റ്റിൽ അവിടെ നിലവിൽ വന്നു. റാങ്ക് ലിസ്റ്റ് മെയിൻ ലിസ്റ്റിലാകെ 19 പേരാണ് എന്ത് ചെയ്യുക അവരെ അവിടെ ഇവിടെ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇവിടെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ എന്ത് ചെയ്യുക അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മെയിൻ ലിസ്റ്റിൽ വരുമ്പോഴെന്താ വെറും 19 ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് കുറെ പേര് അവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, കാരണം വെച്ചാൽ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തവരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. ഓക്കെ, ഷോർട്ട് ലിസ്റ്റ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നോക്കി ഏകദേശം 60 മേലെ ആൾക്കാരുണ്ട്. പക്ഷെ മെയിൻ ലിസ്റ്റ് വരുമ്പോൾ എന്ത് ചെയ്തു, ആകെ 19 പേരെ മാത്രമേ അവർ മെയിൻ ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. കാരണം വെച്ചാൽ കുറെ പേര് എന്താ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ പോയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് വന്നേക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതിന്റെ അഡ്വൈസ് നോക്കാം നമുക്ക്. ഇതിൽ ഇത്രയും 25 ഫ്രഷ് വേക്കൻസീസ് ആ ഒരു സമയത്ത് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ അപ്പോയിന്റ്മെന്റും അതിന്റെ ടോട്ടൽ അഡ്വൈസ് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു റാങ്ക് ലിസ്റ്റ് 48 അഡ്വൈസാണ് ടോട്ടൽ പോയിട്ടുള്ളത്. ഓപ്പൺ കാറ്റഗറിയിലാകെ 19 പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മെയിൻ ലിസ്റ്റിലാകെ 19 കാറ്റഗറിയാണ് ഉള്ളത്. സോറി, 19 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. അപ്പൊ മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവർക്കും എന്ത് ചെയ്തു, അവിടെ അഡ്വൈസ് പോയി. മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവർക്കും അവിടെ അഡ്വൈസ് പോയി. അതുകൊണ്ട് തന്നെ അവിടെ ലിസ്റ്റ് അവിടെ എക്സോസ്റ്റ് ചെയ്യപ്പെട്ടു. ഇനി എന്ത് ചെയ്യുക, ഫർദർ അഡ്വൈസ് അതിലേക്ക് പോകുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, അവിടെ ഹൗസിംഗ് ബോർഡിലേക്ക് സെപ്പറേറ്റ് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയേക്കുന്നത് PSC. ആ ഒരു നോട്ടിഫിക്കേഷൻ 97/2025 അതിലേക്ക് എന്താ 23/2/25 വേക്കൻസീസ് എന്താ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. കണ്ടില്ലേ, ലാസ്റ്റ് ഡിസ് പോകുന്ന 7/2/2025 ആ അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ് ഇത്. ഇതിൽ തന്നെ പറയുന്നുണ്ട് അവിടെ 19ാമത്തെ റാങ്കുകാരന് ഇവിടെ പോയി. കണ്ടില്ലേ, ഇനി എന്ത് ചെയ്യാ, അതിലേക്ക് ഇനി മെയിൻ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ എല്ലാവർക്കും അഡ്വൈസ് പോയി കഴിഞ്ഞാൽ ആ ഒരു ലിസ്റ്റ് അവിടെ എക്സോസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് അതിന്റെ മീനിങ്. അതുകൊണ്ട് അതിനുശേഷം അവിടെ അഡ്വൈസ് ഒന്നും പോകുന്നുണ്ടാവില്ല. പകരം എന്താ, പുതിയതായിട്ട് വിളിച്ച ഇതിലേക്കായിരിക്കും എന്ത് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് വേക്കൻസീസ് ഒക്കെ ഈ ഒരു റാങ്ക് ലിസ്റ്റിനായിരിക്കും ഫില്ല് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി അവിടെ 25 വേക്കൻസീസ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇനി കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.